കോഴിക്കോട് അതിരൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മാധ്യമങ്ങളെ കാണുന്ന തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിമർശനം അനിവാര്യമാണ്. വിമർശനത്തിലൂടെയാണ് വളരാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമർശനം എല്ലായിടത്തും ആവശ്യമാണ്. നമ്മൾ വിമർശിക്കാതിരിക്കുമ്പോൾ എന്താ പറ്റുന്ന കാര്യങ്ങൾ അവരറിയില്ല. ഒരു കാര്യമുള്ളതാണ്, നമ്മൾ അധികാരത്തിലിരിക്കുന്നവർ, ഇപ്പം ഞാനടക്കമുള്ളവർ പലപ്പോഴും പല കാര്യങ്ങളും അറിയാതെ പോകും. എല്ലാവരും വിചാരിക്കും ഇദ്ദേഹത്തിന് അറിയാമെന്ന്, പക്ഷെ നമുക്കറിയാൻ പറ്റാവില്ല. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. അത് അറിയിക്കേണ്ട കടമ ജനങ്ങളുടേതാണ്. ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനായിട്ട് വേണം. അത് ഭരണത്തിലിരിക്കുന്നവരായാലും ആരായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. അല്ല, മനുഷ്യന് ആവശ്യമാണ്. യെസ്, അവരോട് ഞാനൊന്നും ഇന്നലെ ഇതൊന്നും പറയാനുള്ള അവസരമല്ലല്ലോ. അപ്പോൾ അവർ വളരെ സ്നേഹപൂർവ്വം എൻ്റെ അടുത്ത് വന്നു, മുഖ്യമന്ത്രി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കാര്യം അറിഞ്ഞിട്ട് തന്നെ എന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ വരവിനെ കുറിച്ച് ഒത്തിരി കണ്ടു. കുറച്ച് ഉത്തരവാദിത്വം കൂടും. അതെ, ഉത്തരവാദിത്വം കൂടും. അതുപോലെ ജനങ്ങളോടുള്ള നമ്മുടെ ശുശ്രൂഷ ജീവിതം അത് കൂടുതൽ കരുത്തുള്ളതാക്കി തീർക്കേണ്ടതായിട്ട് വരും. ഏതായാലും ഇത് ലഭിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. മനുഷ്യൻ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല, മനുഷ്യൻ പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല, മറിച്ച് ദൈവം തന്ന ഒരു സമ്മാനം. അത് തരുന്നത് മാർപ്പാപ്പയിലൂടെയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. ഇത് ലഭിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പേപ്പർ വർക്കൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, അതൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ആദ്യത്തെ ചടങ്ങാണ്. യെസ്, ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ മീഡിയ വളരെ നന്നായിട്ട്, ഇന്നലത്തെ പരിപാടികളൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ സ്നേഹത്തിന് കോഴിക്കോടുള്ള മീഡിയ പ്രവർത്തകർക്ക് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്താണ് ഓശാന ഞായർ ആശംസ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ ഇവരോട് പറയാൻ പോകുന്നത്, ചോദിക്കാൻ പോകുന്നത് 4 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, കുരിശിൽ മരിച്ചവൻ ആരാണ്? കാൽവരിയിൽ മരിച്ചവൻ ആരാണ്? ആ മരണത്തിൻ്റെ നിസ്തുലത അല്ലെങ്കിൽ യുണീക്ക്നെസ് എന്താണ്? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു തിരഞ്ഞെടുത്തു? ദൈവമായിരുന്നിട്ടും ദൈവത്തിന് ഇങ്ങനൊരു മരണം തിരഞ്ഞെടുക്കണമായിരുന്നു. അതിൻ്റെ ഉത്തരം സ്നേഹമാണ് എന്നുള്ളതാണ്. സ്നേഹത്തിന് ലോജിക്കില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത്, ഈ മരണവും എൻ്റെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് അവിടുത്തെ മരണം വഴി, ഉയർപ്പ് വഴി ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മളോട് പറയുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു വെള്ള വസ്ത്രം നൽകി, ആ വെള്ള വസ്ത്രം മലിനപ്പെടുത്താതെ പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യം, 4ാമത്തെ ചോദ്യം, കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാണ്? ഒന്നാമത്തേത്, നമ്മൾ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രൂപമുള്ളവരാണ് ഓരോ മനുഷ്യനും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ ബഹുമാനിക്കാൻ, ആദരിക്കാൻ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് അത്യാവശ്യമാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണം വഴി, ഉയർപ്പ് വഴി നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഓശാന ഞായറിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഹൃദയപൂർവ്വം ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.